ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ്, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ജില്ലയിൽ ജൂലൈ അവസാനമുണ്ടായ അതിശക്തമായ മഴയും തുടർന്നുണ്ടായ നാശനഷ്ടത്തോതും അനുസരിച്ച് തൃശൂരിന് പ്രത്യേക പരിഗണന നൽകി പരമാവധി സഹായം ലഭ്യമാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ജില്ലാതല ഉദ്യോഗസ്ഥരുമായി ചേർന്ന മഴക്കെടുതി അവലോകന യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ കാലവർഷം കനത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ നാശനഷ്ടം വിലയിരുത്താൻ സമഗ്ര കണക്കെടുപ്പാണ് നടത്തുന്നത്. നിലവിൽ നാശനഷ്ടം സംഭവിച്ച വീടുകളുടെയും വെള്ളം കയറിയ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും കണക്ക് റവന്യൂ വകുപ്പ് എടുത്തിട്ടുണ്ട്. നിലവിലെ കണക്കുകൾ പ്രകാരം 11,955 വീടുകളിലാണ് വെള്ളം കയറിയത്. പൂർണ്ണമായും 54 വീടുകളും ഭാഗികമായി 1,503 വീടുകളും തകർന്നു. നാശനഷ്ടത്തോത് വിലയിരുത്തുന്ന നടപടി തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 31-നകം പൂർണ്ണമായ ഇവ തയ്യാറാക്കി സമഗ്രമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ഓൺലൈനായി ചേർന്ന അവലോകന യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പങ്കെടുത്തു. തദ്ദേശ സ്ഥാപന അധ്യക്ഷരുമായി ചേരുന്ന യോഗത്തിൽ നാശനഷ്ടത്തോത് കണക്കാക്കുന്ന നടപടി അന്തിമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ദുരിതബാധിതർക്ക് വേഗത്തിൽ നഷ്ടം നികത്താനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, AD MT മുരളി, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, മറ്റു ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കൂട്ടിച്ചേർത്തിട്ടുള്ള യോഗം വിളിക്കപ്പെട്ടത്. റവന്യൂ, കൃഷി, മൃഗസംരക്ഷണം, LSTD, ഫിഷറീസ്, ഇലക്ട്രിസിറ്റി, PWD, വാട്ടർ അതോറിറ്റി, ഇറിഗേഷൻ, സിവിൽ സപ്ലൈസ്, കേരള റോഡ് ഫണ്ട് ബോർഡ് ഉൾപ്പെടെയുള്ള നഷ്ടമുണ്ടായിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രതിനിധികളായ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ ഇതിനകം സമർപ്പിച്ചിട്ടുണ്ട്. 2 ദിവസങ്ങളിൽ ഭീകരമായി വെള്ളം കയറിയതിനെ തുടർന്ന് വീടുകളിൽ ഉൾപ്പെടെ 2 ദിവസക്കാലം വെള്ളം കയറിയ വീടുകളുടെ കണക്ക് 11,955. ഏകദേശം 11,08,35,000 രൂപയുടെ നാശനഷ്ടം അക്കാര്യത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ കണ്ടത്. 248 മതിലുകൾ തകർന്നു പോയിട്ടുണ്ട്. 1 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. 731 കടകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈ വിധത്തിൽ നമുക്ക് കണക്കുകളുടെ ഒരു പൊതുസ്ഥിതി ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ 7 താലൂക്കുകളിലായി 147 ക്യാമ്പുകളാണ് ഈ ദിവസങ്ങളിൽ തുറന്ന് പ്രവർത്തിക്കേണ്ടി വന്നത്. അതിൽ 2,984 കുടുംബങ്ങളിൽ നിന്ന് 8,391 പേർ അവിടേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കുറേ ആളുകൾ ബന്ധുവീടുകളിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. കാർഷിക മേഖലയിൽ 9,882 ഹെക്ടർ ഭൂമിയിലാണ് കൃഷിനാശം ഉണ്ടായതായി നമുക്ക് വിവരം ലഭ്യമായിട്ടുള്ളത്. അതിൽ 7,373 കർഷകരുടെ അപേക്ഷകൾ ഇതിനകം ലഭ്യമായിട്ടുണ്ട്. ഏകദേശം 34,76,00,000 രൂപയുടെ പൊതുനഷ്ടം ഉണ്ടായിട്ടുണ്ട്. 95% അപേക്ഷകളിലും വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ജില്ലയ്ക്കകത്ത് 54 വീടുകൾ പൂർണ്ണമായിട്ടും 1,503 വീടുകൾ ഭാഗികമായിട്ടും 248 മതിലുകളും തകർന്ന ഒരു റിപ്പോർട്ടാണ് ഉണ്ടായിട്ടുള്ളത്. സാധാരണ നിലയിൽ 26-ാം തീയതി 25 mm മഴ, 25-ാം തീയതി 38 mm മഴ ഒക്കെയാണ് കണക്കുകളെങ്കിൽ, 1-ാം തീയതി 19 mm മഴ ഒക്കെയാണ് സാധാരണ നിലയിലുള്ള കണക്കുകളെങ്കിൽ, ഈ പ്രശ്നമുണ്ടായ 2 ദിവസം തൃശ്ശൂരിൽ പെയ്ത ഏവറേജ് മഴ 134 mm ആണ്. നമുക്ക് സാധാരണ നിലയിൽ ചിന്തിക്കാൻ പറ്റാത്ത അതിഭീകരമായ മഴ, ഒരു ഘട്ടത്തിലും ഉണ്ടാകാത്ത അപൂർവമായി ഈ സമയത്ത് നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ചില പ്രദേശങ്ങളിൽ മാത്രമാണ്. പക്ഷെ ഏവറേജ് ഒരു ജില്ലയിൽ 134 mm മഴ ഈ 2 ദിവസങ്ങളിലായി പെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ കെടുതികൾ പ്രത്യേകമായി പരിഗണിക്കണം എന്ന് പൊതുവായി സർക്കാരിന്റെ മുമ്പിൽ ആവശ്യപ്പെടും. അതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ റിപ്പോർട്ട് എല്ലാ വിഭാഗങ്ങളെയും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കൂട്ടിയിണക്കിക്കൊണ്ട് തന്നെ 31-ാം തീയതിക്കകം നൽകാനായി ജില്ലാ കളക്ടറെ പ്രത്യേകമായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ.
കാളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ.